ഷ്യാവാവ് കൊട്ടാരത്തിലെ അവളുടെ വീട്ടിൽ ഒരു മരുന്നുശാല ഉണ്ടാക്കിയിരിക്കുകയാണ്. നിയാനിൽ നിന്നും സ്വയം സംരക്ഷിക്കണമല്ലോ. അതിനുള്ള മരുന്നുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ മനസ്സിൽ ഷാങ്ലുവിനെ കുറിച്ചുള്ള ഓർമ്മകളാണ്. ഇതൊരു നല്ല വിഷമായിരുന്നു. ആ ഷാങ്ലുവിന് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കായിരുന്നു. പക്ഷേ ഇനി അവൻ എന്നെ തിരിച്ചറിയില്ലല്ലോ. ഈ ലോകത്ത് ഇനി വെൻ ഷാങ്ലു ഇല്ല എന്ന് അവൾ സ്വയം പറഞ്ഞു. എന്നിട്ട് അവൾ അവളുടെ കയ്യിലുള്ള കണ്ണാടി എടുത്തു. പണ്ട് 9 വാലുകളുള്ള ഭൂതത്തിന്റെ കയ്യിലുണ്ടായിരുന്നതാണ് ആ കണ്ണാടി. അവനെ കൊന്നതിന് ശേഷം ആ കണ്ണാടി ഇപ്പോൾ അവളുടെ കയ്യിലാണുള്ളത്. ആ കണ്ണാടിയിൽ അവൾ ഷാങ്ലുവിന്റെ മുഖം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതേ സമയം സങ്ഷുവാൻ ചീഷുയ് ഫങ്ലോങ്ങിന്റെ വീട്ടിലെത്തി. അവിടെ തുഷാൻജിങ്ങും ചീഷുയ് ഫങ്ലോങ്ങും അവന്റെ സഹോദരി ചെൻറോങ് ഷിങ്ങയും ഉണ്ട്. സങ്ഷുവാൻ ഇതുവരെ അവൻ ആരാണെന്ന് ഇവരോട് വെളിപ്പെടുത്തിയിട്ടില്ല. അവനിപ്പോൾ ഷിയാൻ തിരിച്ചു പിടിക്കാൻ പോവുകയല്ലേ. അതുകൊണ്ട് അവൻ ആരാണെന്ന് അവരോട് വെളിപ്പെടുത്താൻ സമയമായി എന്ന് അവന് തോന്നി. അവൻ അവരോട് പറഞ്ഞു, ഞാൻ ഷിയാനിൽ നിന്നാണ്. എന്റെ പേര് ഷിയാൻ സങ്ഷുവാൻ. അന്ന് ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്താൻ പറ്റിയൊരു സാഹചര്യമായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആരാണെന്നുള്ളത് മറച്ചു വെച്ചത്. എന്നോട് ക്ഷമിക്കണം. അത് കേട്ടപ്പോൾ ഷിങ്ങയ്ക്ക് വളരെ സന്തോഷമായി. അവൾ ഇഷ്ടപ്പെട്ട ആ പയ്യൻ വെറുമൊരു സാധാരണക്കാരനല്ലല്ലോ. ഉടനെ ചീഷുയ് ഫങ്ലോങ് അവനെ വണങ്ങി. അയ്യോ, അതൊന്നും വേണ്ട, ഞാൻ നിങ്ങളുടെ സുഹൃത്താണ് എന്ന് സങ്ഷുവാൻ അവരോട് പറഞ്ഞു. അതിനുശേഷം സങ്ഷുവാൻ അവരോടൊപ്പം ചെസ് കളിക്കാനിരുന്നു. സംസാരിക്കുന്നതിനിടയിൽ ഹാവ്ലിങ്ങിന്റെ വലിയ രാജകുമാരി തിരിച്ചു വന്നതിനെ കുറിച്ച് ഷിങ്ങി ചോദിച്ചു. ആ നാട്ടിലുള്ള എല്ലാവരും ഇപ്പോൾ അതിനെക്കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. ആ സമയത്ത് സങ്ഷുവാൻ നോക്കുന്നത് തുഷാൻജിങ്ങിനെയാണ്. അവൻ വലിയ ടെൻഷനിലാണ്. അവിടുന്ന് തിരിച്ചു വന്നതിന് ശേഷം സങ്ഷുവാൻ നേരെ പോയത് ഷ്യാവ്യാവയുടെ അടുത്തേക്കാണ്. അവൻ ചീഷുയ് ഫങ്ലോങ്ങിന്റെ വീട്ടിലേക്ക് പോയതും അവൻ ആരാണെന്ന് വെളിപ്പെടുത്തിയതുമെല്ലാം അവളോട് പറഞ്ഞു. പക്ഷേ സങ്ഷുവാന്റെ മനസ്സിനെ എന്തോ അലട്ടുന്നുണ്ടെന്ന് ഷ്യാവ്യാവയ്ക്ക് തോന്നി. അതവൾ അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ഷ്യാവ്യാവോ, ഭാവിയിൽ എപ്പോഴെങ്കിലും എനിക്കും തുഷാൻജിങ്ങിനും ഇടയിൽ ആരെങ്കിലും ഒരാളെ തെരഞ്ഞെടുക്കണമെന്ന ഒരവസ്ഥ വന്നാൽ നീ ആരോടൊപ്പം നിൽക്കും? അവൾ പറഞ്ഞു, ഞാൻ ഒരുപാട് വർഷം ഒരു പുരുഷനായി ജീവിച്ചിരുന്നവളാണ്. ഒരു ചെറിയ പെൺകുട്ടിയുടെ മനസ്സല്ല എനിക്കുള്ളത്. ഇന്ന് പ്രണയിക്കുന്നവർ നാളെ പിരിയാം. ചിലപ്പോഴത് വന്ന പോലെ തന്നെ പോവും. പക്ഷേ നമ്മൾ തമ്മിലുള്ള ബന്ധം അതല്ല. നമ്മൾ സഹോദരങ്ങളാണ്. ചേട്ടന് ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നാണോ ആഗ്രഹം, ഞാൻ അതിന്റെ കൂടെ നിൽക്കും. നാളെ ഒരിക്കൽ തുഷാൻ കുടുംബം ചേട്ടന്റെ ശത്രുക്കളായാൽ അവർ എന്റെയും ശത്രുക്കളായിരിക്കും. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു. ഷ്യാവ്യാവയെ രാജകുമാരിയായി പ്രഖ്യാപിക്കുന്നതിന് തലേ ദിവസം ഒരു സംഭവമുണ്ടായി. ആ ചടങ്ങിൽ അവൾക്കിടാനായി ഭംഗിയുള്ള ഒരു വസ്ത്രം റുഷോ തയ്യാറാക്കിയിരുന്നു. അതിൽ ഞാൻ നിറയെ മഷിയൊഴിച്ച് നശിപ്പിച്ചിരിക്കുകയാണ്. അതിനി ചടങ്ങിനിടാൻ കഴിയില്ല. റുഷോ ഇതിനു മുമ്പ് മറ്റൊരു വസ്ത്രം തയ്യാറാക്കിയിരുന്നു. പക്ഷേ രാജാവിനത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് കുറഞ്ഞ സമയത്തിലാണ് റുഷോ ഈ വസ്ത്രം തയ്പ്പിച്ചെടുത്തത്. റുഷോ ആണെങ്കിൽ ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് നിലവിളിയാണ്. റുഷോ വെറുതെ അഭിനയിക്കുകയാണെന്ന് ഷ്യാവ്യാവയ്ക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. അവൾ പറഞ്ഞു, മതി മതി നിന്റെ അഭിനയം. ഒരു കാര്യം ചെയ്യാം, നീ മുമ്പ് തയ്യാറാക്കിയ വസ്ത്രമില്ലേ, അത് തന്നെ ഇടാം. ഇനി അധികം സമയമില്ല. അത് കേട്ട് റുഷോന് സമാധാനമായി. ഷ്യാവ്യാവ തന്നെയാണല്ലോ ആ വസ്ത്രം തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് രാജാവിന് അവനോട് ദേഷ്യപ്പെടാൻ കഴിയില്ല. അങ്ങനെ ഹാവ്ലിങ്ങിന്റെ വലിയ രാജകുമാരി തിരിച്ചു വന്നത് ലോകത്തെ അറിയിക്കാനുള്ള ദിവസമായി. തുഷാൻ കുടുംബവും ചെൻറോങ് കുടുംബവും സങ്ഷുവാനും എല്ലാം അവളുടെ വരവും കാത്തു നിൽക്കുകയാണ്. ഷ്യാവ്യാവ് രാജകൊട്ടാരത്തിലേക്ക് കടന്നു വന്നു. രാജകുമാരിയുടെ വേഷത്തിൽ അവൾ ഇതുവരെ കാണാത്തത്ര സുന്ദരിയായിട്ടുണ്ട്. എല്ലാവരും അവളെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയാണ്. നിയാനാണെങ്കിൽ ഇത് കണ്ട് ഞെട്ടി. അവളുടെ പദ്ധതിയെല്ലാം പൊളിഞ്ഞില്ലേ. മുന്നോട്ടു പോകാനാഞ്ഞ അവളെ അവളുടെ അമ്മ പിടിച്ചു വെച്ചു. സങ്ഷുവാനാണെങ്കിൽ അവിടെ അഭിമാനമുള്ള ഒരു ചേട്ടനായി നിൽക്കുകയാണ്. അവൾ അങ്ങനെ നടന്ന് അച്ഛന്റെ മുന്നിലെത്തി. രാജാവാണെങ്കിൽ സ്റ്റക്കായ പോലെ നിൽക്കുകയാണ്. അദ്ദേഹം പ്രതീക്ഷിച്ചതിലും ഭംഗിയായിട്ടാണ് ഷ്യാവ്യാവ് എത്തിയിരിക്കുന്നത്. കുറച്ചു സമയമെടുത്തു അദ്ദേഹത്തിന് തിരിച്ചു വരാൻ. മകൾ തിരിച്ചു വന്ന ചടങ്ങ് അദ്ദേഹം പൂർത്തിയാക്കി. ഇനി അവൾ ആ പഴയ ഷാവ്ലിയോ അല്ല, ഹാവ്ലിങ്ങിന്റെ വലിയ രാജകുമാരിയാണ്. അവിടെ ഉണ്ടായിരുന്നവരുടെ കൂട്ടത്തിൽ ഒരാളും കൂടെ ഉണ്ടായിരുന്നു, ഷാങ്ലിയു. ചടങ്ങുകൾ കഴിഞ്ഞതിനു ശേഷം സങ്ഷുവാൻ തുഷാൻജിങ്ങിന്റെ അടുത്തെത്തി. എനിക്ക് അവളെ ഒന്ന് കാണണം. ഡ്രാഗൺ ജയിലിനടുത്തേക്ക് അവളോടൊന്ന് വരാൻ പറയാമോ എന്ന് തുഷാൻജിങ് സങ്ഷുവാനോട് ചോദിച്ചു. ശരി എന്ന് തുഷാൻജിങ് സമ്മതിച്ചു. ഈ സമയം ഷ്യാവ്യാവോ അച്ഛനോടൊപ്പം ഇരിക്കുകയാണ്. ആ ഡ്രസ് എന്ത് ടൈറ്റായിരുന്നു. എനിക്കൊന്ന് ചിരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. നീ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തു. ഇനി കുറച്ചുനേരം വിശ്രമിക്ക്. വിരുന്ന് നടക്കുന്നിടത്തേക്ക് നീ വരണമെന്നില്ല. ഞാനത് കൈകാര്യം ചെയ്തോളാം എന്ന് രാജാവ് പറഞ്ഞു. പക്ഷെ അച്ഛ, ഞാനിട്ട ഡ്രസ്സിനെ കുറിച്ച് അച്ഛനെന്താ ഒന്നും ചോദിക്കാതിരുന്നത്? അച്ഛനത് ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് എനിക്കറിയാലോ. ഞാൻ എന്തെങ്കിലും പണി ഒപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. അവൾ ആ ഡ്രസ്സ് നശിപ്പിച്ചുവല്ലേ എന്ന് രാജാവ് ചോദിച്ചു. അപ്പോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അച്ഛൻ അറിയാമല്ലേ എന്ന് ഷ്യാവ്യാവ് ചോദിച്ചു. അപ്പോൾ രാജാവ് പറഞ്ഞു, നീയും നിയാനും സഹോദരിമാരാണ്. എനിക്കും സങ്ഷുവാനും അതിലിടപെടാൻ ഒരു ലിമിറ്റുണ്ട്.
അതുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ തീർക്കണം. എനിക്കെന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടവർ നിങ്ങളാണ്. നിങ്ങൾ സ്നേഹത്തോടെ കഴിയുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നോക്കിക്കോളാം അച്ഛ എന്നവൾ പറഞ്ഞു. ഇതേസമയം ശ്യാവ്യാവയുടെ ദേഷ്യം പിടിച്ച് നിയാൻ കടൽക്കരയിൽ ഇരിക്കുകയാണ്. അപ്പോൾ അവളുടെ അടുത്തേക്ക് ഷാങ്ലു വന്നു. അവൻ പറഞ്ഞു, ഇത്രയും കാലം ഹൗളിങ്ങിന്റെ ഒരേയൊരു രാജകുമാരി നീയായിരുന്നു. നിന്റെ അച്ഛന്റെ ഒരേയൊരു മകൾ, നിന്റെ ചേട്ടന്റെ ഒരേയൊരു സഹോദരി. പെട്ടെന്നൊരു ദിവസം ഒരാൾ വന്ന് നിന്റെ സ്ഥാനമെല്ലാം കൈയടക്കി. രാജകുമാരിക്ക് ഇതിന് പ്രതികാരം ചെയ്യണ്ടേ? നിയാൻ പറഞ്ഞു, എനിക്കവളെ വെറുപ്പാണ്. പക്ഷേ അവളെ കൊല്ലണമെന്നൊന്നും എനിക്കില്ല. എനിക്കിത്രയും കാലം എന്റേതായിരുന്നതെല്ലാം തിരിച്ചു വേണം, അത്രയേ ഉള്ളൂ. അതായത് ഞാൻ വിളിച്ചു വരുത്തിയതാണ് ഷാങ്ലുവിനെ. ഷാങ്ലു പറഞ്ഞു, ഞാനൊരിക്കലും ഹൗളിങ്ങിന്റെ രാജകുമാരിയെ കൊല്ലില്ല. എന്റെ ചെൻറോങ് പട്ടാളത്തിന് ഹൗളിങ്ങുമായി ഒരു പ്രശ്നമുണ്ടാവുന്നത് താല്പര്യമില്ല. നമുക്കവളുടെ ജീവൻ എടുക്കണ്ട, പക്ഷേ കുറച്ച് ടോർച്ചർ ചെയ്യാം. എന്താ? അത് മതി എന്ന് നിയാൻ സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ എനിക്കൊരാവശ്യം വന്നാൽ നീ എന്നെ സഹായിക്കണം എന്ന് ഷാങ്ലു പറഞ്ഞു. നിയാൻ അത് സമ്മതിച്ചു. കുറച്ചു കഴിഞ്ഞ് സങ്ഷുവാൻ ഷാവ്യാവയുടെ അടുത്തെത്തി. ചേട്ടനെന്താ ഇങ്ങോട്ട് വന്നത്? അവിടെ വിരുന്ന് നടക്കുകയല്ലേ എന്ന് അവനെ കണ്ട് ഷാവ്യാവ് ചോദിച്ചു. തുഷാൻജിങ് നിന്നെ കാണണമെന്ന് പറയുന്നുണ്ട്. അവൻ ഡ്രാഗൺ ജയിലിനടുത്ത് നിൽക്കുന്നുണ്ട്. ആദ്യം വരില്ല എന്ന് പറയാനാണ് അവൾക്ക് തോന്നിയത്. പക്ഷേ അവൾ തുഷാൻജിങ്ങിന് കൊടുത്ത വാക്ക് ഓർമ്മിച്ചു. 15 വർഷത്തേക്ക് മറ്റാരെയും സ്നേഹിക്കില്ല എന്ന്. ശരി, ഞാൻ പോയി കാണാം എന്നവൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ സങ്ഷുവാന്റെ മുഖം മങ്ങി. എന്നാലും ശരി എന്ന് പറഞ്ഞ് അവൻ പുറത്തിറങ്ങി. തുഷാൻജിങ്ങിനെ കാണാൻ പോകരുത് എന്ന് പറയണമെന്ന് അവനുണ്ട്. പക്ഷേ അതിനവൻ എന്ത് കാരണം പറയും? അവന്റെ മനസ്സിലുണ്ടാവുന്ന മാറ്റങ്ങൾ അവളോട് പറയാൻ കഴിയുമോ? വിഷമത്തോടെ സങ്ഷുവാൻ അവിടെ നിന്നും തിരിച്ചുപോയി. അവൻ നേരെ അവന്റെ മുറിയിലേക്കാണ് പോയത്. അവിടെ ഇരുന്ന് അവൻ മദ്യപിക്കാൻ തുടങ്ങി. ഈ സമയം ശ്യാവ്യാവു തുഷാൻജിങ്ങിനെ കാണാനായി പുറപ്പെട്ടു. തുഷാൻജിങ് ഡ്രാഗൺ ജയിലിന് മുന്നിൽ കാത്തു നിൽക്കുന്നുണ്ട്. പക്ഷേ വഴിയിൽ വെച്ച് നിയാൻ അവളെ കൈകാട്ടി വിളിച്ചു. ശ്യാവ്യാവു അവളെ പിന്തുടർന്നു. നിയാൻ അവളെ കൊണ്ടുപോയത് സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു പാറയുടെ മുകളിലേക്കാണ്. എന്താ നിന്റെ ഉദ്ദേശം? എന്നെ തള്ളിയിടാൻ പോവാണോ എന്ന് ശ്യാവ്യാവു അവളോട് ചോദിച്ചു. ആ, അത് തന്നെയാണ് എന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞുകൊണ്ട് നിയാൻ അവളെ കടലിലേക്ക് തള്ളിയിട്ടു. ശ്യാവ്യാവു കടലിൽ വീണു. വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നു പോയി. ഷാങ്ലു അവളെ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ അവളുടെ കാലിൽ കയറി പിടിച്ചു. ശ്യാവ്യാവയ്ക്ക് മുകളിലേക്ക് നീന്തി കയറാൻ കഴിയാതെയായി. ശ്യാവ്യാവയ്ക്കാണെങ്കിൽ വല്ലാതെ ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. ഷാങ്ലുവിന്റെ ശരീരത്തിൽ വിഷപ്രാണിയുണ്ടല്ലോ, അതുകൊണ്ട് അവനും അതറിയാൻ കഴിയുന്നുണ്ട്. എന്നെ ചുംബിക്ക് എന്നവൻ ആംഗ്യം കാണിച്ചു. അവൾക്ക് ശ്വാസം കൊടുക്കാനാണ് അവനത് ചെയ്യാൻ പറഞ്ഞത്. പക്ഷേ അവളത് നിരസിച്ചു. കുറച്ചു കഴിഞ്ഞ് അവളുടെ ബോധം മറയാൻ തുടങ്ങി. പിന്നെ നിവൃത്തിയില്ലല്ലോ. ഷാങ്ലു അവളെയും കൊണ്ട് കരയ്ക്ക് കയറി. കരയ്ക്ക് കയറിയ ശ്യാവ്യാവു ശ്വാസം വീണ്ടെടുക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ടു. ഞാൻ വെൻഷാവ്ലിയാണെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? നിന്റെ വിഷപ്രാണി ഇപ്പോഴും എന്റെ ഉള്ളിലുണ്ട്. അപ്പോൾ നീ ശരിക്കും ഹാവ്ലിങ്ങിന്റെ വലിയ രാജകുമാരിയാണല്ലേ? അതുകൊണ്ടാണല്ലേ നീ സങ്ഷുവാനെ 2 തവണ രക്ഷിച്ചത്? ഇനി എന്തൊക്കെ കള്ളങ്ങളാണ് നീ എന്നോട് പറഞ്ഞിട്ടുള്ളത്? കോപം കൊണ്ട് ഷാങ്ലുവിന്റെ കയ്യിലെ നഖങ്ങൾ നീണ്ടു വന്നു. ഞാൻ നിന്നോട് വെറുതെ അതും ഇതും വിളിച്ചു പറയുമെന്നേയുള്ളൂ. പക്ഷേ ഞാൻ നിന്നോട് ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല. അത് കേട്ട് ഷാങ്ലു അവളെ വെറുതെ വിട്ടു. അതുകൊണ്ട് ശ്യാവ്യാവു അവനോട് ചോദിച്ചു, ഞാനുണ്ടല്ലോ ഒരു പുതിയ വിഷമുണ്ടാക്കിയിട്ടുണ്ട്, കഴിച്ചു നോക്കുന്നോ? എന്നിട്ട് അവൾ അവളുടെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന വിഷമെടുത്ത് അവന് കൊടുത്തു. ഇത് ഞാൻ നിനക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയതാണ്. അത് കേട്ട് ആ വിഷം അവളുടെ കയ്യിൽ നിന്നും വാങ്ങി ഒന്നും ചോദിക്കാതെ അവനതെടുത്ത് കുടിച്ചു. ഇത്തവണയും ആ വിഷം ഏറ്റില്ല. അത് കഴിഞ്ഞ് അവരടുത്തിരുന്നു. ഇനി നീയാനെ ഇതിലേക്ക് വലിച്ചിഴക്കരുത് എന്ന് ശ്യാവ്യാവു അവനോട് പറഞ്ഞു. അതിന് അവൾ നിന്നെ സഹോദരിയായിട്ടൊന്നും കാണുന്നില്ല, എന്നിട്ടും നീ അവളുടെ ചേച്ചിയുടെ റോൾ ഏറ്റെടുത്തിരിക്കുകയാണല്ലോ എന്ന് ഷാങ്ലു പറഞ്ഞു. അവൾ പറഞ്ഞു, 2 പേർ തമ്മിലുള്ള ബന്ധത്തിൽ എപ്പോഴും ആരെങ്കിലും ഒരാൾ മുൻകൈയെടുക്കണം. എല്ലാ ബന്ധങ്ങളിലും അങ്ങനെ തന്നെയാണ്. അത് 2 പേർ തമ്മിലുള്ള പ്രണയമായാലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധമായാലും. ഞാൻ അവളോട് സ്നേഹത്തോടെ പെരുമാറുന്നത് അവൾ നല്ല കുട്ടി ആയതുകൊണ്ടല്ല, മറിച്ച് എന്റെ അച്ഛനെയും ചേട്ടനെയും ഓർത്താണ്. അങ്ങനെയൊരു കാഴ്ചപ്പാട് ഷാങ്ലു ആദ്യമായിട്ടാണ് കാണുന്നത്. അവൻ ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. മറ്റുള്ളവർ അവനോട് എങ്ങനെയായിരിക്കുമോ അങ്ങനെ മാത്രമാണ് അവൻ തിരിച്ചും പെരുമാറിയിട്ടുള്ളത്. അവന്റെ ജീവിതം ചിലപ്പോൾ അതായിരിക്കും അവനെ പഠിപ്പിച്ചത്. അവൻ ചോദിച്ചു, നമ്മൾ വെള്ളത്തിനടിയിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ ശ്വസിക്കാൻ സഹായിക്കാൻ വന്നതല്ലേ, പിന്നെ നീ എന്തിനാണ് അത് നിരസിച്ചത്? അവൾ പറഞ്ഞു, എനിക്ക് പേടിയാണ്. ഞാൻ നിന്നെ ചുംബിച്ചാൽ പിന്നെ നീ എന്റെ സ്വപ്നങ്ങളിൽ വരാൻ തുടങ്ങുമോ എന്ന്. നിന്നെപ്പോലുള്ളവർ ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങളിൽ വരാൻ പറ്റിയ ടൈപ്പല്ല. അതിനേക്കാൾ നല്ലത് ഞാൻ മരിക്കുന്നതാണ്. ശ്യാവ്യാവു ആ പറഞ്ഞത് ഷാങ്ലുവിന് നന്നായി കൊണ്ടു. അവൻ അവിടുന്ന് എഴുന്നേറ്റ് പോയി കളഞ്ഞു. ശ്യാവ്യാവയ്ക്കാണെങ്കിൽ ഇനി തിരിച്ചു വീട്ടിൽ പോകണമെങ്കിൽ ആ കടൽ മുഴുവൻ നീന്തി കടക്കണം. നിവൃത്തിയില്ലാതെ ശ്യാവ്യാവു ആ കടലിലിറങ്ങി നീന്താൻ തുടങ്ങി. ആ രാത്രി മുഴുവൻ അവൾ നീന്തി.
ആ സമയം മുഴുവൻ തുഷാൻജിങ് ഷ്യാവ്യാവയ്ക്കായി ഡ്രാഗൺ ജയിലിന് മുന്നിൽ കാത്തിരിക്കുകയായിരുന്നു. നേരം പുലർന്നു. രാവിലെ ആയിട്ടും ഷ്യാവ്യാവ് വരാത്തതിൽ സങ്കടം വന്ന് തുഷാൻജിങ് കടലിലിറങ്ങി നീന്താൻ തുടങ്ങി. ഷ്യാവ്യാവ് എതിർവശത്തു നിന്നും നീന്തി വരികയാണ്. പെട്ടെന്ന് തളർന്ന് അവൾ വെള്ളത്തിലേക്ക് മുങ്ങാൻ തുടങ്ങി. അവളുടെ ജീവിതം അവസാനിക്കാൻ പോവുകയാണെന്ന് അവൾക്ക് തോന്നി. എന്നാൽ അപ്പോഴേക്കും തുഷാൻജിങ് ഷ്യാവ്യാവയെ കണ്ടു. തുഷാൻജിങ് അവളെ രക്ഷിച്ച് കരയിലേക്ക് കൊണ്ടുപോയി. ഇതെല്ലാം ദൂരെ മാറി നിന്ന് ഷാങ്ലിയും കാണുന്നുണ്ട്. നിന്നെപ്പോലൊരാളെ പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല എന്നല്ലേ ഷ്യാവ്യാവ് അവനോട് പറഞ്ഞത്? അതവന് ഹൃദയവേദന ഉണ്ടാക്കുകയാണ്. ആ വിഷപ്രാണി ശരീരത്തിലുള്ളവർക്ക് ഹൃദയവേദന ഉണ്ടായാൽ ആപത്താണ്. ആ വിഷപ്രാണി അവരെ കൊന്നുകളയും. ഒരു വിധത്തിൽ ഷാങ്ലിയു അവന്റെ വേദന അടക്കി പിടിച്ചു. കരയിലെത്തി ഷ്യാവ്യാവ് ഉണ്ടായ കാര്യങ്ങളെല്ലാം തുഷാൻജിങ്ങിനോട് പറഞ്ഞു. നിനക്ക് ഞാൻ വാക്ക് തന്നതില്ലേ, അതുകൊണ്ടാണ് ആ രാത്രി മുഴുവൻ ഞാൻ കടൽ നീന്തി വന്നത്. പക്ഷേ നീ തുഷാൻജിങ് അല്ലേ? ഞാൻ വാക്ക് കൊടുത്തത് യേശിച്ചിക്കാണ്. ഇത് കേട്ട് തുഷാൻജിങ് പറഞ്ഞു, ഞാൻ ഒരിക്കലും ഫങ്ഫങ് യിങ്ങിനെ വിവാഹം കഴിക്കില്ല. അവൾക്കും എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. ഈ സമയത്ത് കഴിഞ്ഞ ദിവസം മദ്യപിച്ചതിന്റെ ഹാങ് ഓവറിലിരിക്കുകയാണ് സങ്ഷുവാൻ. ആ സമയത്താണ് വലിയ രാജകുമാരിയെ കാണാനില്ലെന്ന വിവരം അവളുടെ സേവക സങ്ഷുവാനെ അറിയിക്കുന്നത്. ഉടനെ സങ്ഷുവാൻ അവളെ തേടിയിറങ്ങി. തുഷാൻജിങ്ങും ഷ്യാവ്യാവയും ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫങ്ഫങ് യിങ് അവന്റെ ശരീരത്തിലെ മുറിവുകൾ കണ്ട് ഓടിപ്പോയ കാര്യം അവൻ അവളോട് പറഞ്ഞു. അതിന് നിന്റെ മുറിവിന്റെ പാടുകളെല്ലാം പുറമേയുള്ളവ മാത്രമല്ലേ എന്ന് ഷ്യാവ്യാവ് ചോദിച്ചു. എന്നാലും ആർക്കെങ്കിലും അത് അവഗണിക്കാൻ കഴിയുമോ എന്നവൻ ചോദിച്ചു. ഞാൻ തുഷാൻ പോലൊരു നല്ല കുടുംബത്തിൽ നിന്നുള്ളവനായതുകൊണ്ടല്ലേ എനിക്കിത്രയും നല്ല വസ്ത്രങ്ങൾ അണിയാൻ കഴിയുന്നത്. ഇതൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ആർക്കെങ്കിലും എന്നെ ഇഷ്ടപ്പെടുമായിരുന്നോ? മറ്റുള്ളവരാരും നിന്നെപ്പോലെയല്ല. എന്റെ ദേഹമാസകലം മുറിഞ്ഞ് അതിൽ നിന്നും ദുർഗന്ധം വമിക്കുമ്പോഴും നീ എന്നെ സ്വീകരിച്ചു. നീയാണ് ഈ ലോകത്ത് ഏറ്റവും നല്ലത്. എന്റെ ഈ രൂപമോ എന്ന് ഷ്യാവ്യാവ് ചോദിച്ചു. അതെ, നീ കള്ളം പറയാണെങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട്. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല, ഈ ദാഹ്വാൻ ലോകത്തുള്ളവരെല്ലാവരും ഇപ്പോൾ അതാണ് പറയുന്നത് എന്ന് തുഷാൻജിങ് പറഞ്ഞു. ഞാൻ നിനക്ക് മതിയായവനല്ല. ഈ ലോകത്ത് സൗന്ദര്യവും ആരോഗ്യവുമുള്ള ഒരുപാട് പേരുണ്ട്. ഇതെല്ലാം കേട്ടപ്പോൾ തുഷാൻജിങ് സ്വയം വെറുക്കാൻ തുടങ്ങിയതുപോലെ അവൾക്ക് തോന്നി. ഫങ്ഫങ് യിങ് നിന്നെ അങ്ങനെയാണ് കാണുന്നതെന്ന് കരുതി നീ ഒരിക്കലും അങ്ങനെയല്ല എന്ന് പറഞ്ഞ് ഷ്യാവ്യാവ് അവനെ ചുംബിച്ചു. ഷ്യാവ്യാവ് അരുത്, ഇതിനിപ്പോഴും സമയമായിട്ടില്ല എന്നവൻ പറഞ്ഞു. നിന്റെ അനുകമ്പയല്ല, മറിച്ച് നിന്റെ യഥാർത്ഥ സ്നേഹമാണ് എനിക്ക് വേണ്ടത് എന്ന് തുഷാൻജിങ് മനസ്സിൽ പറഞ്ഞു. അപ്പോഴേക്കും ഷ്യാവ്യാവോ എന്നുറക്കെ വിളിച്ചുകൊണ്ട് സങ്ഷുവാൻ അവിടെ എത്തി. ഉടനെ ഷ്യാവ്യാവ് ഓടി സങ്ഷുവാന്റെ അടുത്ത് വന്നു. നീ തുഷാൻജിങ്ങിനെ കണ്ടോ? എന്ത് കോലമായത്? നീ രാത്രി മുഴുവൻ തുഷാൻജിങ്ങിന്റെ കൂടെയായിരുന്നു. അതൊന്നും ശരിയല്ലെന്ന് നിനക്കറിയില്ലേ? എന്നെ കണ്ടിട്ട് അങ്ങനെയാണോ തോന്നുന്നത്? ചേട്ടന്റെ നല്ല പെങ്ങളില്ലായിരുന്നെങ്കിൽ ഞാൻ രാത്രി തിരിച്ചു മുറിയിൽ പോയി സുഖമായി കിടന്നുറങ്ങുമായിരുന്നു. ചേട്ടന്റെ കുഞ്ഞു പെങ്ങൾ കാരണം ഞാൻ രാത്രി മുഴുവൻ കടലിലാണ് ഉണ്ടായിരുന്നത്. എന്റെ പെങ്ങളെന്ന് പറഞ്ഞോണ്ടിരിക്കണ്ട. ശരിക്കും അവൾ നിന്റെ അനിയത്തിയാണ്. ശരി, അവൾ എന്റെ അനിയത്തി തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അവളെ ഒരു പാഠം പഠിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അവൾ നേരെ നിയാന്റെ മുറിയിലേക്ക് പോയി. നിയാനാണെങ്കിൽ ഷ്യാവ്യാവ് എന്തുകൊണ്ടാണ് ഇനിയും തിരിച്ചു വരാത്തതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഷ്യാവ്യാവ് അവിടേക്ക് വരുന്നത്. വന്ന ഉടനെ അവൾ കതകടച്ച് കുറ്റിയിട്ടു. എന്നിട്ട് നേരെ വന്ന് മേശപ്പുറത്തിരുന്ന വെള്ളമെടുത്ത് നിയാന്റെ മുഖത്തേക്കൊഴിച്ചു. നിന്നെ ഞാനിന്ന് കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് നിയാൻ ഷ്യാവ്യാവയ്ക്ക് നേരെ അവളുടെ ആത്മീയശക്തി പ്രയോഗിക്കാൻ ശ്രമിച്ചു. പക്ഷേ വന്നയുടനെ തന്നെ ഷ്യാവ്യാവ് വിഷമുപയോഗിച്ച് നിയാന്റെ ആത്മീയശക്തി തടഞ്ഞു വെച്ചിരുന്നു. ഇനി എന്നെ തല്ലാൻ വാടി എന്ന് ഷ്യാവ്യാവ് പറഞ്ഞു. പിന്നെ രണ്ടുപേരും കൂടെ തല്ലോട് തല്ല്. നീ എന്നേക്കാൾ അത്ര നല്ലതൊന്നുമല്ല. നിന്റെ അമ്മ രാജകുമാരി ആയതുകൊണ്ടാണ് ഷുവാൻ ചേട്ടന് നിന്നെ ഇത്ര ഇഷ്ടം. ഷിയാൻ രാജ്യത്തിന്റെ പിൻബലം നിനക്കുള്ളതുകൊണ്ടല്ലേ ഇത്രയും ആളുകൾ ആ ചടങ്ങിൽ പങ്കെടുത്തത്. ഓ, നിന്റെ അമ്മ ഒരു സാധാരണക്കാരിയാണെന്നുള്ളതാണോ നിനക്ക് ഇത്രയും ദേഷ്യം വരാൻ കാരണം? എന്നാൽ എന്റെ അമ്മയും ഒരു സാധാരണക്കാരി ആയിരുന്നെങ്കിലെന്ന് ഞാൻ എത്ര തവണ ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? അമ്മയൊരു സാധാരണക്കാരി ആയിരുന്നെങ്കിൽ ഇപ്പോഴും എന്നോടൊപ്പം ഉണ്ടാവുമായിരുന്നു എന്ന് ഷ്യാവ്യാവ് പറഞ്ഞു. നമ്മൾ തമ്മിലിങ്ങനെ ശത്രുക്കളായിരുന്നാൽ അച്ഛനും നിന്റെ അമ്മയ്ക്കും എത്ര വിഷമമാകുമെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? ഞാനും ഷുവാൻ ചേട്ടനും പരസ്പരം ആശ്രയിക്കുന്നവരാണ്. അതുകൊണ്ട് നീ എന്നെ എന്തെങ്കിലും ചെയ്താൽ ഷുവാൻ ചേട്ടൻ നിന്നെ വെറുതെ വിടുമെന്ന് നീ കരുതുന്നുണ്ടോ? അതുകൊണ്ട് ഞാൻ നിനക്ക് 2 ഓപ്ഷൻ തരുന്നു. വേണമെങ്കിൽ നമുക്ക് ശത്രുക്കളാവാം, അല്ലെങ്കിൽ സമാധാനത്തോടെ ജീവിക്കാം. നീ എന്നെയും ശല്യം ചെയ്യരുത്, ഞാൻ നിന്നെയും ശല്യം ചെയ്യില്ല. ശരി, നമുക്ക് സമാധാനപരമായി ജീവിക്കാം എന്ന് നിയാൻ സമ്മതിച്ചു. ഷ്യാവ്യാവോ പോകാനായി ഇറങ്ങി. പോകുന്നതിന് മുമ്പ് അവൾ
നിയാനോട് പറഞ്ഞു. സങ്ഷുവാൻ ചേട്ടൻ ഷാങ്ലിവിനെ കുറിച്ച് അറിഞ്ഞാലുണ്ടല്ലോ, നിന്നെ വെറുതെ വിടില്ല. ഞാൻ ചേട്ടനോട് ഒന്നും പറയാൻ പോകുന്നില്ല. നീയും ഒന്നും പറയാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഈ സമയത്തും ഫങ്ഫങ്ങിയും തുഷാൻ ഹാവിനോടൊപ്പമാണ് കഴിയുന്നത്. പക്ഷേ ഒരു ദിവസം അവന്റെ വസ്ത്രത്തിൽ നിന്നും അവളൊരു ടവല് കണ്ടെത്തി. അതിൽ നല്ല എംബ്രോയിഡറി ഒക്കെ ചെയ്തിട്ടുണ്ട്. സാധാരണയായി ഒരു പെണ്ണ് അവൾക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് കൊടുക്കുന്നതാണത്. ഈയും അതിനെ ചോദ്യം ചെയ്തു. ഇതെനിക്കൊരു ദാസി തന്നതാണ്. അവൾ അവളുടെ സ്നേഹം കാണിച്ചു, അത്രയേ ഉള്ളൂ. ഇതിൽ മറ്റൊന്നുമില്ല എന്ന് തുഷാൻ ഹാവ് പറഞ്ഞു. പക്ഷേ ഈയിങ്ങിനത് വിശ്വാസമായില്ല. എന്നെ തുടരുത് എന്ന് പറഞ്ഞ് അവൾ ആ മുറി വിട്ടുപോയി. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു. സങ്ഷുവാൻ ഇപ്പോൾ ഇൻജാവ് എന്നൊരു സ്ഥലത്താണുള്ളത്. അവൻ അവിടേക്ക് ചിഷെ ഫങ്ലോങ്ങിനെയും തുഷാൻ ജിങ്ങിനെയും തുഷാൻ ഹാവിനെയും ക്ഷണിച്ചിട്ടുണ്ട്. അവരുടെ കൂടെ ഫങ്ഫങ് യിങ്ങും ചെൻറോങ് ഷിന്നെയും വന്നിട്ടുണ്ട്. അവരവിടെ മാർക്കറ്റിലൂടെ നടക്കുകയായിരുന്നു. ആ സമയത്താണ് ഷ്യാവ്യാവോ അവിടെ ചില സാധനങ്ങൾ വാങ്ങുന്നത് കണ്ടത്. ഷ്യാവ്യാവയും സങ്ഷുവാനോടൊപ്പം ഇൻചാവിലേക്ക് വന്നതാണ്. അവൾ രാജകുമാരിയായതുകൊണ്ട് മുഖം മറച്ചാണ് മാർക്കറ്റിലൂടെ നടക്കുന്നത്. സങ്ഷുവാൻ എല്ലാവരോടുമായി പറഞ്ഞു, നിങ്ങൾക്ക് ഷ്യാവ്യാവയെ പരിചയപ്പെടണമെന്ന് എന്നോട് ഇന്നലെ പറഞ്ഞില്ലേ? ഇതാണ് എന്റെ സഹോദരി ഷ്യാവ്യാവോ. അത് കേട്ട് അവരെല്ലാവരും ഷ്യാവ്യാവയെ വണങ്ങി. അപ്പോൾ ഷിന്നെ പറഞ്ഞു, ഞങ്ങൾ ഇന്ന് കപ്പലിൽ ഒരു സവാരി നടത്തുന്നുണ്ട്. രാജകുമാരിയും ഞങ്ങളോടൊപ്പം വരണം. ശരി എന്ന് ഷ്യാവ്യാവോ സമ്മതിച്ചു. അങ്ങനെ അവർ കപ്പലിൽ കയറി. അവരൊരുമിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നു. ഷ്യാവ്യാവോ ചിഷെ ഫങ്ലോങ്ങിന്റെ അടുത്താണ് ഇരുന്നത്. ഷിന്നി ആദ്യമേ സങ്ഷുവാന്റെ അടുത്ത് സ്ഥലം പിടിച്ചിരുന്നു. ഈങ്ങാണെങ്കിൽ തുഷാൻജിങ്ങിന്റെ അടുത്താണ് ഇരിക്കുന്നത്. പിന്നെ ഫങ്ലോങ്ങിനടുത്ത് മാത്രമേ സ്ഥലമുണ്ടായിരുന്നുള്ളൂ. ഷ്യാവ്യാവോ എല്ലാവരോടുമായി പറഞ്ഞു, നമ്മളിപ്പോൾ പരിചയക്കാരാണ്. നിങ്ങൾ ഇനി എന്നെ രാജകുമാരി എന്ന് വിളിക്കരുത്. എന്നെ ഷ്യാവ്യാവോ എന്ന് വിളിച്ചാൽ മതി. ചിഷുയി ഫങ്ലോങ് ആണെങ്കിൽ അവളെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുകയാണ്. അവൻ അവൾക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നു, മദ്യമൊഴിച്ചു കൊടുക്കുന്നു. ഒന്നും പറയണ്ട, എന്തും ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ്. ചേട്ടൻ ഇതുവരെ എനിക്കിതൊന്നും ചെയ്തു തന്നിട്ടില്ലല്ലോ എന്ന് അത് കണ്ട് ഷിന്നി ചോദിച്ചു. മിണ്ടരുത് എന്ന് ഫങ്ലോങ് അവളോട് പറഞ്ഞു. അങ്ങനെ കുറെ നേരം കടന്നുപോയി. കുറച്ചു കഴിഞ്ഞ് അവരെല്ലാവരും കപ്പലിന്റെ മേൽത്തട്ടിലേക്ക് വന്നു. സ്ത്രീകളെല്ലാവരും ആട്ടവും പാട്ടുമായി കപ്പലിന്റെ ഒരു വശത്താണുള്ളത്. മറുവശത്ത് സങ്ഷുവാനും കൂട്ടരും മദ്യപിക്കുകയാണ്. അതിന്റെയിൽ നമുക്ക് മീൻ പിടിക്കാം എന്ന് പറഞ്ഞ് ഫങ്ലോങ് കടലിലേക്ക് ചാടി. അവൻ നല്ല ഫിറ്റായിരുന്നു. ആ ശബ്ദം കേട്ട് എന്തു പറ്റിയെന്ന് ചോദിച്ച് ഷിന്നിയും കൂട്ടരും അവിടേക്ക് വന്നു. അപ്പോഴേക്കും ഞാനും മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് തുഷാൻ ഹാവും കടലിലേക്ക് ചാടി. ഹാവിന് പിറകെ ഈങ്ങും കടലിലേക്ക് ചാടി. എന്നാൽ തുഷാൻ ജിങ് അവിടെ തന്നെ നിൽക്കുകയാണ്. ഇത് കണ്ട് ഷിന്നി അവനോട് ചോദിച്ചു, ജിങ് ചേട്ടൻ കടലിലേക്ക് പോകുന്നില്ലേ? ഇല്ല, നിങ്ങൾ പോയിക്കൊള്ളൂ എന്ന് തുഷാൻ ജിങ് അവളോട് പറഞ്ഞു. അത് കേട്ട് അവൾ സങ്ഷുവാനോട് ചോദിച്ചു, ഷുവാൻ ചേട്ടൻ പോകുന്നില്ലേ? എനിക്ക് നീന്തൽ അറിയില്ല എന്നവൻ പറഞ്ഞു. എന്നാൽ ഞാൻ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് ഷിന്നി അവനെയും കൊണ്ട് കടലിലേക്ക് ചാടി. ഇപ്പോൾ കപ്പലിൽ തുഷാൻ ജിങ്ങും ഷ്യാവ്യാവയും മാത്രമേ ഉള്ളൂ. കുറച്ചു കഴിഞ്ഞ് തുഷാൻ ഹാവും ഈങ്ങും നീന്തി കരയിൽ ആരും കാണാത്തൊരിടത്ത് പോയിരുന്നു. അവൻ പറഞ്ഞു, എനിക്ക് ആ ടവല് തന്നത് എന്റെ ഒരു ദാസിയാണ്. അവളാണ് എനിക്ക് തുഷാൻ ജിങ്ങിനെ കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ പറഞ്ഞു തരുന്നത്. അവൾ എനിക്കൊരു ഉപകരണം മാത്രമാണ്. ഇക്കാലം അത്രയും ഞാൻ നിന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ എന്ന് ഹാവ് പറഞ്ഞു. ഫങ്ഫങ് യിങ്ങിന്റെ നാട്ടിൽ വലിയ നദികളോ തടാകങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ തുഷാൻ കുടുംബത്തിലേക്ക് വന്ന സമയത്ത് അവൾക്ക് നീന്തൽ അറിയില്ലായിരുന്നു. ഒരു ദിവസം അവൾ അറിയാതെ നദിയിലേക്ക് വീണുപോയി. ആ സമയത്ത് അവളെ രക്ഷിച്ചത് തുഷാൻ ഹാവ് ആയിരുന്നു. അങ്ങനെയാണ് ഈങ് അവനുമായി പ്രണയത്തിലാവുന്നത്. തുഷാൻ ഹാവ് പറഞ്ഞു, ഈങ് കുറച്ചു കാലത്തേക്ക് കൂടി ക്ഷമിക്ക്, അത് കഴിഞ്ഞ് നമുക്കൊന്നാവാം. അത് കേട്ട് ഈങ്ങിന് സന്തോഷമായി. ഈ സമയത്ത് തുഷാൻ ജിങ്ങും ഷ്യാവ്യാവയും കപ്പലിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ പറഞ്ഞു, എനിക്ക് ഫങ്ഫങ് ഈങ്ങിനെ ഇഷ്ടമല്ല, അവൾക്കും എന്നെ ഇഷ്ടമല്ല. ഞാൻ തുഷാൻ കുടുംബത്തിൽ നിന്നുള്ളവനായതുകൊണ്ട് മാത്രമാണ് അവൾ എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. നീ ഇപ്പോൾ ഹാവ്ലിങ്ങിന്റെ രാജകുമാരിയാണ്. എനിക്ക് നിന്നെ വിവാഹം കഴിച്ചു തരുമോ എന്ന് നിന്റെ അച്ഛനോട് നേരിട്ട് വന്ന് ചോദിക്കണം. നിന്റെ അച്ഛന്റെ മുന്നിൽ തല കുനിക്കാതെ അത് ചോദിക്കാൻ എനിക്ക് നീ കുറച്ചുകൂടി സമയം തരണം. അതുവരെ നിന്റെ ഹൃദയം നീ മറ്റാർക്കും കൊടുക്കരുത്. നീ എന്നെ മറന്നു പോവാതിരിക്കാൻ ഞാൻ നിനക്കെന്നും പ്ലമ്മിന്റെ വൈൻ അയക്കും. അപ്പോഴേക്കും സങ്ഷുവാനും ഷിന്നിയും കപ്പലിലേക്ക് തിരിച്ചു കയറി. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈങ്ങും തിരിച്ചെത്തി. അപ്പോഴാണ് ഷ്യാവ്യാവും തുഷാൻ ജിങ്ങും കൂടെ വരുന്നത്. സങ്ഷുവാന്റെ മുഖം മങ്ങി. നിങ്ങൾ ഇത്ര നേരം എന്തു ചെയ്യുകയായിരുന്നു എന്ന് സങ്ഷുവാൻ ചോദിച്ചു. ഞങ്ങൾ വെറുതെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് തുഷാൻ ജിങ് മറുപടി പറഞ്ഞു. ആ കാഴ്ചകൾ വളരെ മനോഹരമായിരുന്നിരിക്കും അല്ലേ എന്ന് സങ്ഷുവാൻ അർത്ഥം വെച്ച് ചോദിച്ചു. ആ സമയത്താണ് തുഷാൻ ഹാവ് അവിടേക്ക് എത്തുന്നത്. അവനൊരു മത്സ്യഭൂതത്തെ കൊന്ന് അതിന്റെ കേന്ദ്രവും കൊണ്ടാണ് വരുന്നത്. അത് കണ്ടുകൊണ്ടാണ് ചിഷെ ഫങ്ലോങ് അവിടേക്ക് വരുന്നത്. ഹാവ് കൊണ്ടുവന്ന മത്സ്യത്തിന്റെ കാതലിന് നല്ല ചുവപ്പ് നിറമാണല്ലോ.
അതിന്റെ അർത്ഥം അത് നല്ല ശക്തിയുള്ളതാണെന്നാണ്. ഷ്യാവ്യാവ്, നിനക്കും വേണോ? വേണമെങ്കിൽ ഞാനിത് മുത്തശ്ശനോട് ചോദിക്കാം എന്ന് ഫെങ്ലോങ് പറഞ്ഞു. ഞാൻ വെറുതെ ചോദിച്ചതാ എന്ന് ഷ്യാവ്യാവ് പറഞ്ഞു. അത് കഴിഞ്ഞ് ഷ്യാവ്യാവും സംശുവാനും അവർ താമസിക്കുന്നിടത്തേക്ക് തിരിച്ചെത്തി. ഷ്യാവ്യാവയ്ക്ക് നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് സംശുവാൻ അവളോട് ചോദിച്ചു, നീയും തുഷാൻജിങ്ങും കപ്പലിൽ എന്ത് ചെയ്യുകയായിരുന്നു? യഥാർത്ഥത്തിൽ സംശുവാന് ഷ്യാവ്യാവയുടെ സഹോദരി എന്നതിൽ കവിഞ്ഞ് ഒരു ഇഷ്ടം തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ തുഷാൻജിങ്ങിനോടൊപ്പം സമയം ചെലവഴിക്കുന്നത് അവനത്ര ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങൾ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിരിക്കട്ടെ, ഷിന്യയ്ക്ക് ചേട്ടനോട് ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നല്ലോ. അവൻ പറഞ്ഞു. ഷിന്യ എന്നോട് താല്പര്യം കാണിക്കുന്നത് ഞാൻ ഷിയാൻ സംശുവാൻ ആയതുകൊണ്ടാണ്. എനിക്കത് നിരസിക്കാനും കഴിയില്ല. എനിക്കിപ്പോൾ ശത്രുക്കളെ പിണക്കാനും ഇഷ്ടമുള്ളവരോട് അടുക്കാനും കഴിയാത്ത അവസ്ഥയാണ്. ഷിയാൻ തിരിച്ചു പിടിക്കണമെങ്കിൽ എനിക്കിങ്ങനെ ആയേ പറ്റൂ. എനിക്ക് ഷിയാനിലേക്ക് തിരിച്ചു പോകണം. അടുത്ത വർഷം ചെറിയമ്മയുടെ ചരമവാർഷികത്തിന്റെ അന്ന് എനിക്ക് ഷിയാൻ പർവ്വതത്തിൽ ഉണ്ടാവണം. ഞാനും അമ്മയെ അടക്കിയിടത്തേക്ക് പോയിട്ട് കുറെ വർഷങ്ങളായി. ചേട്ടാ, നമുക്കൊരുമിച്ച് അവിടേക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞ് അവൾ അവന് നേരെ കൈനീട്ടി. അവളുടെ കൈ പിടിച്ചുകൊണ്ട് സംശുവാൻ പറഞ്ഞു, ശരി, നമുക്കൊരുമിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോവാം. അങ്ങനെ ഷ്യാവ്യാവയുടെ അമ്മയുടെ ചരമവാർഷിക ദിനമെത്തി. ഷ്യാവ്യാവ് എത്തിയ വിവരം സേവകർ ഷിയാൻ രാജാവിനെ അറിയിച്ചു. ഷ്യാവ്യാവയെ സ്വീകരിച്ചു കൊണ്ടുവരാൻ രാജാവ് അദ്ദേഹത്തിന്റെ 2 മക്കളെ അയച്ചു. അതായത് സംശുവാന്റെ ചെറിയച്ഛന്മാരെ അയച്ചു. അപ്പോഴേക്കും ഷ്യാവ്യാവയും സംശുവാനും കൊട്ടാരത്തിന്റെ വാതിൽക്കലെത്തി. അവിടെ അവളെ സ്വീകരിക്കാൻ സംശുവാന്റെ ചെറിയച്ഛന്മാരായ ഷിയാൻ യുയാങ്ങും ഷിയാൻ ദേയാനും എത്തി. അവർ ഷ്യാവ്യാവയോട് കുശലം ചോദിച്ചു. എന്നാൽ സംശുവാനെ അവർ തീരെ അവഗണിച്ചു കളഞ്ഞു. ഷിയാൻ ദേയാൻ പറഞ്ഞു, അച്ഛനിപ്പോൾ പ്രായമായില്ലേ, അദ്ദേഹത്തിന് തീരെ വയ്യ. അതുകൊണ്ടാണ് രാജകുമാരിയെ സ്വീകരിക്കാൻ ഞങ്ങളെ അയച്ചത്. രാജകുമാരി അകത്തേക്ക് വന്നാലും. അത് കേട്ട് ഷ്യാവ്യാവ് ചോദിച്ചു, അതെന്താ ചേട്ടനെ അകത്തേക്ക് ക്ഷണിക്കുന്നില്ലേ? ദേയാൻ പറഞ്ഞു, അച്ഛൻ ഞങ്ങളെ അയച്ചത് രാജകുമാരിയെ സ്വീകരിക്കാൻ മാത്രമാണ്. രാജകുമാരി വിഷമിക്കേണ്ട, ഇദ്ദേഹത്തെ ഞങ്ങൾ സ്വീകരിച്ചു കൊണ്ടുവരാം എന്ന് ദേയാന്റെ മകൻ പറഞ്ഞു. പക്ഷേ ഷ്യാവ്യാവയ്ക്ക് അത് സ്വീകാര്യമായിരുന്നില്ല. അവൾ സംശുവാന്റെ കൈപിടിച്ച് കൊട്ടാരത്തിനകത്തേക്ക് നടന്നു. എന്നാൽ ഷിയാനിന്റെ കാവൽക്കാർ അവരെ തടഞ്ഞു. ലാസ്റ്റ് യു ഫോർ എവറിന്റെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഡ്രാമ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയുമായി ഉടനെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.